മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേർക്കുവാനുള്ള സന്ദേശമല്ല, മറിച്ച് ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്, ഇതൊരു ശുഭാർത്തയാണ്, സദ്വർത്തമാനമാണ്. പാപത്തിന്റെ അഗാധമായ ഗർത്തത്തിനകത്ത് വീണുപോയ മനുഷ്യനെ വീണ്ടുവിട്ട് ക്രിസ്തു എന്ന സ്നേഹസമ്പന്നനായ മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട് മരണത്തിനപ്പുറമുള്ള ഒരു മരണാനന്തര ജീവിതത്തിൽ നിത്യമായ വശത്തിന് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ നിങ്ങളോട് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത്. യേശു ഒരു മതസ്ഥാപകനല്ല, യേശു ഒരു മതം സ്ഥാപിച്ചിട്ടുമില്ല. യേശു ഒരു മാർഗമായിരുന്നു, ഒരു വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. പുരാതന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ഋഷി മുനിവരന്മാർ ജലതവലത്തിനായി സൂര്യോദയത്തിന് മുമ്പ് നദിത്തടങ്ങളിലേക്ക് ഇറങ്ങി കൈക്കുമ്പിൽ കുറച്ച് വെള്ളം കോരിയെടുത്ത് തലയിലൂടെ ഒഴിച്ച് ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. തപസ്യോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ, അസത്തോമ സദ്ഗമയ. ഇതിന്റെ അർത്ഥം ഇതാണ്: അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് ഞങ്ങളെ മരണമില്ലാത്തിടത്തേക്ക് നയിക്കണമേ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. ഈ ഉലകത്തിൽ ആർക്കാണ് മരണത്തിൽ നിന്ന് മരണമില്ലാത്തിടത്തേക്ക് നയിക്കുവാൻ കഴിയുന്നത്? ഈ ഉലകത്തിൽ ആർക്കാണ് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നത്? ഉലകത്തിൽ ആർക്കാണ് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നത്? യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മരണത്തിൽ നിന്ന് മനുഷ്യനെ മരണാനന്തര ജീവിതത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിന്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അവൻ മരണത്തെ ജയിച്ചവനാണ്. അനേക ഉലക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവനെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യം ഇതാണ്: അവൻ മരിച്ചവനായിരുന്നു എന്നെങ്കിലും അവൻ ഇപ്പോൾ ജീവൻ പ്രാപിച്ചു എഴുന്നേറ്റിരിക്കുന്നു. മരണത്തെ അവരെ പിടിച്ചു വെക്കാൻ സാധ്യമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഉലകത്തിൽ മരിച്ചിട്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവരുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അനേക രാഷ്ട്രീയ നേതാക്കന്മാരും തത്വചിന്തകന്മാരും അനേക അതേ മഹാരഥന്മാരായ ചക്രവർത്തിമാരൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിലും അവരുടെ കരവിരുതുകൾ കൊണ്ടും സൈന്യത്തിന്റെ ബാഹുല്യങ്ങൾ കൊണ്ടും അവരുടേതായിരിക്കുന്ന സാമ്രാജ്യത്തിന്റെ അകമ്പടി കൊണ്ടുമൊക്കെ അനേക കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഈ 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുമ്പോൾ മരണത്തെ ജയിച്ചെന്നും ജീവിക്കുന്നവരുണ്ടെങ്കിൽ അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്.